ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്റ്റിച്ച് വെച്ച് ചെയ്ത ഡിസൈനാണിത്. അപ്പോൾ ഏതാണ് സ്റ്റിച്ച്, ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ത്രെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും എത്ര ഇഴ എടുക്കണം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ ഇൻട്രൊഡക്ഷനും ഒക്കെ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നമ്മുടെ എംബ്രോയിഡറി ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ജ്വല്ലറിയുടെ ഫ്രീ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവറിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ അതും കൂടിയൊക്കെ ഒന്ന് കയറി കണ്ട് പഠിച്ചോളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മളിത് റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഫസ്റ്റിൽ റണ്ണിങ് സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത് എങ്കിൽ പോലും പക്ഷേ ബാക്ക് സ്റ്റിച്ചിൽ നിന്ന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിന് നമ്മൾ എടുക്കുന്നതൊക്കെ സെയിം അതേപോലെ. ബാക്ക് സ്റ്റിച്ച് നമ്മൾ അടുത്ത സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ലാസ്റ്റിലാണ് അവസാനിപ്പിക്കാറുള്ളത്. ഇതങ്ങനെയല്ല, പേര് പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് ഫസ്റ്റ് സ്റ്റിച്ചിന്. അതായത് നമ്മളിത് ബാക്ക് സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ അതിന് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്തു. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഏകദേശം നമ്മൾ കുത്തി കോർത്തതിൻ്റെ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് ഇതുപോലെ ത്രെഡിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കുത്തി താഴേക്ക് കോർത്തെടുക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് എവിടെയാണ് അവസാനിപ്പിച്ചത് അതേ ഹോളിലൂടെയാണ് താഴേക്ക് ഇറക്കാറുള്ളത്. ഇതങ്ങനെയല്ല, ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് രണ്ടാമത്തെ സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത്. അടുത്ത സ്റ്റിച്ച് എടുത്തു, ലാസ്റ്റിൽ നമ്മൾ ചെയ്ത സ്റ്റിച്ചിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നോക്കിയിട്ട് നമ്മൾ അതുപോലെ കുത്തി താഴേക്ക് ഇറക്കി കൊടുക്കണം. ത്രെഡുകൾ സെയിം രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ വേണം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. എങ്കിലാണ് അത് കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു 6 ഇഴ നൂലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും 3 ഇഴ വരുന്ന രീതിയിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുത്തിയാൽ മതി. അപ്പോൾ ശരിയാവും അത്. അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, അതായത് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യുന്നത് കേട്ടോ. ഒത്ത സെൻറ്ററിലല്ല, നമ്മൾ ആ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിനെ കുറച്ച് ഫ്രണ്ടിലേക്കായിട്ട് എടുത്തിട്ട് കുത്തി ഇറക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്പ്ലിറ്റ് ബാക്ക് വരുന്നത്. ഞാനിവിടെ 6 ഇഴ നൂലെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്പ്ലിറ്റ് ചെയ്തത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. കുറച്ച് കട്ടിയുണ്ടല്ലോ, 3 ഇഴ നൂലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും, അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് മനസ്സിലാവും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ നമ്മൾ 3 ഇഴ നൂലെടുക്കുമ്പോൾ ആ ഡിഫറൻസുകളൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് 6 ഇഴ നൂലെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് സ്റ്റിച്ചിൻ്റെ കാര്യത്തിൽ. ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും ഔട്ട്ലൈൻ തന്നെയാണ് വരുന്നത്. കുറച്ച് നല്ല കട്ടിയുള്ള സ്റ്റിച്ചാണ് ഈ ബാക്ക് സ്റ്റിച്ച്. അതുപോലെ തന്നെയാണ് ഈ സ്പ്ലിറ്റ് ബാക്കും. നമുക്ക് ഡിസൈനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ചൊക്കെ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചോളൂ, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാതെ പോകും. നല്ല രീതിയിൽ ഇൻട്രസ്റ്റോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുന്നത്, നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റിച്ചുകളും പഠിച്ച് നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഒരു ഡിസൈനർ ആവാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് എങ്ങനെ കെട്ടി കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ ബാക്കിൽ ലാസ്റ്റ് നമ്മൾ കോർത്ത ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് സൂചി ഒന്ന് കോർക്കുക. വീണ്ടും അതേപോലെ തന്നെ ഒന്ന് വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം അതിലൂടെ തന്നെ ഒന്നും കൂടി നമ്മളിതുപോലെ കോർത്ത് കെട്ടിക്കൊടുക്കാം. ഇതെല്ലാം നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട്. സ്ഥിരം കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ബിഗിനേഴ്സൊക്കെ ഉണ്ട്, പുതിയൊരു വീഡിയോ കാണുന്ന ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് വരുന്നത് കേട്ടോ. ഒരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്ത് കേട്ടോ. പിന്നെ നമുക്കത് ഡിസൈനിലേക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൻ്റെ ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല എന്താ പറയുക തിക്കായിട്ട് തോന്നുന്നൊരു ഡിസൈനാണ് ഈ ഒരു ബാക്ക് സ്റ്റിച്ചും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും. നല്ല രീതിയിലൊരു എന്താ പറയുക നന്നായിട്ട് ഒരു ഔട്ട്ലൈൻ എടുത്ത് കാണിക്കുന്ന ഒരു സ്റ്റിച്ചായിട്ടാണ് കേട്ടോ എനിക്ക് ഈ രണ്ട് സ്റ്റിച്ചിനെയും കൂടി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഇതിൽ ഇത്രയും നമ്മൾ പഠിച്ച സ്റ്റിച്ചിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായ സ്റ്റിച്ച്, അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചെയ്ത് പഠിച്ചവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റിച്ചാണ് ഇഷ്ടമായത്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏത് സ്റ്റിച്ചാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 1-2 പേരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഫോട്ടോസ് അവർ ചെയ്യുന്ന വർക്കിൻ്റെ. അപ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അഭിപ്രായം പറയാറുമുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു അവർ അയച്ചു തന്ന വർക്കുകളെല്ലാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് വന്നിട്ട് വർക്കുകൾ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഫോട്ടോസ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചിനും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ബാക്ക് സ്റ്റിച്ചിലൊക്കെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ്, സ്റ്റിച്ചുകളുടെ ഗ്യാപ്പ് സെയിം
ഈക്വലായിട്ട് വരണം, എങ്കിലാണ് അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരെണ്ണം വലുതൊരെണ്ണം ചെറുതൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് എല്ലാ സ്റ്റിച്ചിലും ശ്രദ്ധിക്കുക. ഇതുപോലെ ഗ്യാപ്പ് വരുന്ന സ്റ്റിച്ചുകളിലൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാം ഈക്വലായിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസൈനെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാച്ചുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഓഗസ്റ്റിൽ, അടുത്ത ബാച്ച് സെപ്റ്റംബറിലാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ വേഗം ജോയിൻ ആയിക്കോളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇനി ഫ്രീ ആയിട്ട് പഠിക്കാനാണ് നിങ്ങൾക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ, ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവറിൻ്റെ, ഇപ്പോൾ എംബ്രോയിഡറിയുടെ ഒക്കെ ഫ്രീ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ കൊടുക്കുന്നത് ഈ ബാക്ക് സ്റ്റിച്ചും അതുപോലെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും ആണ് കേട്ടോ. എനിക്കതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് നമ്മുടെ വീഡിയോസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.